തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ജില്ലയിലെ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പൂരം നടത്താനാവാത്ത സ്ഥിതിയാണെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യോഗശേഷം നിയമനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 5 മണിക്ക് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ജില്ലയിലുള്ള എല്ലാ ഉത്സവ ആഘോഷ കമ്മിറ്റികളെയും ക്ഷണിച്ചിട്ട് ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വെടിക്കെട്ടിനാണെങ്കിലും ആനെഴുന്നേൽപ്പിനാണെങ്കിലും ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളുടെയും സമയമായി കഴിഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവിൻ്റെ വേല അടുത്ത മാസം ആദ്യം തന്നെയാണ്. അതുകൂടാണ്ട് വെടിക്കെട്ടിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും വെടിക്കെട്ട് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പുതിയ ഗസറ്റ് പബ്ലിക്കേഷനിൽ കൂടി വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആന എഴുന്നള്ളിപ്പുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഉത്സവ കമ്മിറ്റികളെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഇതിൽ ചർച്ച ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചർച്ച ചെയ്ത് മന്ത്രിമാർ പങ്കെടുക്കും, മുൻ MLA-മാർ, MLA, അതുകൂടാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘടനകളിലുള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇതിലൊരു തീരുമാനം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലില്ല. അത് അങ്ങനെ വന്നാൽ തന്നെ അതിനെക്കുറിച്ച് നിയമവിദഗ്ധരായിട്ട് ആലോചിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളും. അതിപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹവും അതിനെക്കുറിച്ചുള്ള ആരും ഷുവറല്ല, ഇതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അപ്പോൾ അവരും ലീഗൽ എക്സ്പേർട്സായിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടത്താൻ തന്നെ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ളത് പറഞ്ഞ കാരണം തൃശ്ശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആലോചന കൂടി ഉണ്ട്. അതൊരു പ്രശ്നമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ഏതാണ്ട് കാലത്ത് 6-7 മണിയോടുകൂടി ആരംഭിക്കുകയും കളിമലങ്കരം ശാസ്താവ് അതിനു മുമ്പ് ആരംഭിക്കുകയും ചെയ്യും. ഉച്ചയ്ക്കാണ് പാറമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പ്. അപ്പോൾ ഈ എഴുന്നള്ളിപ്പുകളൊക്കെ പകൽ സമയമായ കാരണം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആലോചന. പകൽ സമയത്ത് എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആലോചന, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന യോഗമാണ് ഉദ്ദേശിക്കുന്നത്. നിർത്താൻ പറ്റില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്ത് പറയുന്നു അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ നിന്ന് ആണ് സാധാരണ 15 ആനപ്പുറത്താണ് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുക. ഇവിടെ 15 ആന നിർത്താനുള്ള 3 മീറ്റർ ഗ്യാപ്പിട്ട് നിർത്താനുള്ള സ്ഥലമില്ല. അതുപോലെ തന്നെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള